എന്ന് പറയാം നമുക്ക് ഈ ഘട്ടത്തിൽ. അർജുന്റെ മൃതദേഹം അത് ചിതയിലേക്ക് എടുത്തു. അർജുന്റെ അവസാന നിമിഷങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ ഓർമ്മയാവുകയാണ്. ആ ഓർമ്മയിൽ എല്ലാ കാലത്തും അർജുനെ നമുക്ക് നിലനിർത്താം. അർജുൻ എന്ന സ്നേഹം, അർജുൻ നമ്മൾ നൽകിയ സ്നേഹം അതെല്ലാ കാലത്തും വലിയ മാതൃകയായി, വലിയ ഉദാഹരണമായി ലോകം ഉറ്റുനോക്കട്ടെ. മലയാളം ഒന്നായി, നമുക്കൊന്നായി ചേർന്ന് നിന്ന് അർജുന് നിത്യശാന്തി, അവസാന യാത്രാമൊഴി നൽകാം. അർജുൻ്റെ അന്ത്യകർമ്മങ്ങൾ അർജുൻ്റെ വീട്ടുമുറ്റത്ത് പുരോഗമിക്കുകയാണ്. അർജുൻ എന്ന പ്രിയ സഹോദരൻ കഴിഞ്ഞ 75 ദിവസമായി നമുക്ക് മുന്നിൽ, നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ചിന്തകളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിൽ അർജുൻ ഇനി ഒരു പിടി ചാരമാകും. ആ കുടുംബത്തിന്, ആ പിഞ്ചു കുഞ്ഞിന് ഒക്കെ അർജുൻ ഈ സ്നേഹം കൊണ്ടെന്നും കരുത്തായി നിൽക്കട്ടെ. അർജുന് നമ്മൾ നൽകുന്ന കരുത്ത്, അർജുൻ്റെ കുടുംബത്തിന് നമ്മൾ നൽകുന്ന സ്നേഹം അതായിരിക്കട്ടെ എല്ലാ കാലത്തുമുള്ള ഊർജം. അവൻ പഠിച്ച് മിടുക്കനായി വലിയ ഉയരങ്ങളെത്തുമ്പോഴും നമുക്ക് ചേർത്ത് നിർത്താം ആ കുടുംബത്തെ ഒന്നാകെ. ആ കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നമുക്കും പങ്കുചേരാം. അർജുന മൃതദേഹം ഇപ്പോൾ ആ ചിതയിലേക്ക് എത്തിച്ചിരിക്കുന്ന. അവസാനം കർമ്മങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. മതാചാരപ്രകാരമുള്ള കർമ്മങ്ങൾ അത് പുരോഗമിക്കുന്നു. അർജുൻ്റെ സഹോദരങ്ങൾ, അർജുൻ്റെ കുഞ്ഞ് എല്ലാവരുമുണ്ട്. എല്ലാവരും അർജുന് അവസാനമായിട്ടുള്ള കർമ്മങ്ങൾ അത് ചെയ്യുകയാണ്. എത്രത്തോളം സ്നേഹത്തോടെ, എത്രത്തോളം കണ്ണീരോടുകൂടി ഒരു സാധാരണക്കാരൻ ഈ മലയാളത്തിൽ നിന്ന് വിയോഗം വഴി മാറിപ്പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനിയും ഇത്തരം കാഴ്ചകൾ, ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം. ഇത്രമാത്രം എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും ഈ കാഴ്ചകൾ? എങ്ങനെ വിവരിക്കാൻ കഴിയും ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അർജുൻ്റെ ഇളയ സഹോദരി, അർജുൻ്റെ സഹോദരി, ഭർത്താവ്, അവരെല്ലാം അർജുൻ്റെ മൃതദേഹത്തിനരികിലുണ്ട്. ജനപ്രതിനിധികൾ, ഈ ദൗത്യത്തിൽ അത്രമാത്രം പ്രയത്നിച്ച ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പ്രവർത്തിച്ചവരാണ് എല്ലാവരും. അർജുന് വേണ്ടി നമ്മൾ ഒറ്റക്കെട്ടായി നിന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്ന് ഒരു ഘട്ടത്തിൽ തോന്നിയതാണ്, അസാധ്യമെന്ന് തോന്നിയതാണ് അർജുനെ വീണ്ടെടുക്കാൻ. അർജുനെ നമ്മൾ വീണ്ടെടുത്തു. അർജുൻ്റെ വീട്ടുകാർക്ക് മുന്നിലേക്ക് നമ്മൾ അർജുനെ എത്തിച്ചു. ചേതനയേറ്റ അർജുനാണെങ്കിൽ പോലും ആ ദൗത്യത്തിൽ ചേർന്ന് നിന്ന മുഴുവൻ മലയാളത്തിനും വലിയൊരു അഭിവാദ്യം നൽകേണ്ട സമയം കൂടിയാണ് ഇത്. അർജുൻ്റെ പട്ടടയിലേക്ക് അഗ്നി പകരാനുള്ള സമയമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അന്ത്യകർമ്മങ്ങളുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാകും പലപ്പോഴും ഇത്രയും വികാരപരമായിട്ടുള്ള പല യാത്രയയപ്പുകളും, പല വിയോഗങ്ങളും. ഒരുപക്ഷേ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ വിയോഗങ്ങൾ പലപ്പോഴും വികാരഭരിതമാകാറുണ്ട്. ജനകീയ നേതാക്കളുടെ യാത്രയയപ്പ് വികാരഭരിതമാകാറുണ്ട്. പക്ഷേ അർജുനെ പോലെ ഒരുപക്ഷേ സഹോദരനെന്നോ മകനെന്നോ ജ്യേഷ്ഠനെന്നോ ഒക്കെ കണ്ട് മുഴുവൻ മലയാളവും അർജുന് വേണ്ടി ഒറ്റക്കെട്ടായി കണ്ടമിടറിക്കൊണ്ട് ആ ചിതയ്ക്ക് ചുറ്റും നിൽക്കുകയാണ്. സ്നേഹം നൽകുകയാണ്. അവസാന യാത്രാമൊഴി നൽകുകയാണ്. അർജുൻ പല മുദ്രാവാക്യങ്ങളും കേൾക്കുന്ന പോലെ അർജുൻ്റെ ഓർമ്മകൾ മരിക്കില്ല എന്ന് തോന്നുന്നു. അർജുൻ എന്ന ആ സഹോദരൻ മലയാളത്തിൻ്റെ മനസ്സിൽ നിന്നും ഒരിക്കലും മായില്ല എന്ന് തോന്നുന്നു. അർജുൻ എന്ന പേര് കേൾക്കുമ്പോൾ ഉറപ്പായും നമ്മൾ കണ്ണാടിക്കില്ലേ ആ വീട്ടുമുറ്റത്തേക്ക് എത്തും. ശിരൂരിലെ ഗംഗാവലി പുഴയുടെ ദൃശ്യങ്ങൾ, ആദ്യം ആർത്തലച്ച് അടിയൊഴുക്കിൽ കലങ്ങി മറയുന്ന ഗംഗാവലി പുഴയെ നമ്മൾ ഓർക്കാം. മണ്ണിടിഞ്ഞു വീണ ആ ദേശീയപാതയുടെ ഓരങ്ങൾ ഓർക്കാം. ആ ഡ്രഡ്ജറിൽ തൂങ്ങിയാടിയ ലോറി ക്യാബിൻ
നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാം. അതിനുമൊക്കെ അപ്പുറം നേരിയ പുഞ്ചിരിയോട് കൂടിയുള്ള ഈ മുഖം, അർജുൻ്റെ ഈ മുഖം എങ്ങനെ മനസ്സിൽ നിന്ന് മായാനാണ്? അർജുൻ എന്നും നിലനിൽക്കട്ടെ നമ്മുടെ ഓർമ്മകളിൽ. അർജുൻ ആഗ്രഹിച്ചതുപോലെ ആ കുടുംബത്തിൻ്റെ, ആ വീട്ടുകാരുടെ, ആ കുഞ്ഞിൻ്റെയൊക്കെ ഉയർച്ച നമുക്കും ആഗ്രഹിക്കാം. ആ വീടിനെ ഏത് തലത്തിലേക്ക് ഉയർത്തണമെന്ന് ആഗ്രഹിച്ചു അർജുൻ. അതിനും എത്രയോ അപ്പുറത്തേക്ക് ആ വീടും വീട്ടുകാരും വളരട്ടെ. നമ്മുടെയൊക്കെ സ്നേഹത്തണലിൽ അവർക്ക് ഇനിയും നീങ്ങാൻ കഴിയട്ടെ. അന്ന് കലങ്ങിയൊരു ഗംഗാവലിപ്പുഴ പോലെ തന്നെയാണ് മലയാളത്തിൻ്റെ മനസ്സ്. കലങ്ങി മറിഞ്ഞ് സങ്കട കണ്ണീരിൽ നീന്തുകയാണ് കേരളം ഒന്നാകെ. പുഴയോളം ഒഴുകുന്നുണ്ട് കണ്ണീർ. ആ കണ്ണീർ ചാലിൽ നമ്മൾക്ക് അർജുന് അവസാനമായി യാത്രാമൊഴി നൽകാം. അർജുൻ്റെ അവസാന കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. അർജുൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവരും അവിടെ ഈറനണിഞ്ഞു നിൽക്കുന്നു. അവർ അതിന് അവസാന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തീനാളമായി അർജുൻ മാറും. പക്ഷെ അപ്പോഴും കെടാത്ത തീയായി അർജുൻ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സംശയമില്ലാതെ പറയാൻ പറ്റുന്ന ആ ഒരു കാര്യം മാത്രമാണ്, അർജുൻ എന്നും ഉണ്ടാകും നമ്മുടെ ഓർമ്മകളിൽ. അർജുൻ എന്നും ഉണ്ടാകും നമ്മളുടെ ചിന്തകളിൽ. അർജുൻ എന്നും ഉണ്ടാകും നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏതോ മൂലയിൽ. തീരാനോവായി അർജുൻ വിയോഗത്തിലേക്ക്, അർജുൻ കാണാമറയത്തേക്ക് പോയ അന്നു മുതൽ അർജുന് വേണ്ടി എത്രയോ പ്രതീക്ഷയോടുകൂടി, എത്രയോ പ്രാർത്ഥനയോടുകൂടി, ഭാരമുള്ള ഹൃദയത്തോടുകൂടി നമ്മൾ കാത്തിരുന്നു അർജുൻ്റെ വീണ്ടെടുപ്പിനായി, അർജുനെ തിരികെ ലഭിക്കുന്നതിനായി. ജീവനോടെ അല്ലെങ്കിലും 72-ാം ദിവസം അർജുനെ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിലൊരു ആശ്വാസത്തിൻ്റെ അംശമുണ്ടായിരുന്നു. ചേതനയറ്റ അർജുനെയാണ് ആ ക്യാബിനിൽ നമ്മൾ കണ്ടതെങ്കിലും, ആ തൂങ്ങിയാടിയ ലോറി ക്യാബിനിൽ അർജുൻ്റെ കാലുകളും അർജുൻ്റെ ശേഷിപ്പുകളും കണ്ടപ്പോൾ ഹൃദയം പൊട്ടിയവരാണ് നമ്മൾ. അതേ വിങ്ങലോടെ കൂടി, അതേ സങ്കടത്തിൽ അർജുൻ്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ നമ്മൾ നിൽക്കുകയാണ്. അർജുൻ അവസാനമായി യാത്രാമൊഴി നൽകാൻ. കണ്ണാടിക്കിലെന്ന ഗ്രാമം എല്ലാ കാലത്തും അർജുൻ എന്ന ഈ യുവാവിൻ്റെ പേരിലായിരിക്കും അറിയപ്പെടുക. ഒരു ദുരന്തം ഇത്രമാത്രം വലിയൊരു സങ്കടത്തിന് വഴിവെക്കും എന്നുള്ളത് അപ്രതീക്ഷിതമായിരുന്നു. ഒരുപാട് ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചവരാണ് നമ്മൾ മലയാളികൾ. ഒരുപാട് ദുരന്തങ്ങളെ ഉൾക്കൊണ്ടവരാണ്. പക്ഷേ ഒരു വ്യക്തി നേരിട്ട ദുരന്തത്തെ ഇത്രമാത്രം നെഞ്ചിലേക്ക് നമ്മൾ ആവാഹിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത്ഭുതകരമാണ്. എങ്ങനെ ഇത്തരത്തിൽ മലയാളം ആലോചിക്കുന്നു എന്നുള്ളതും അതിലേറെ അത്ഭുതകരമായി മറ്റുള്ളവരെ അമ്പരപ്പിക്കുന്ന തരത്തിൽ ഈ കൂട്ടായ്മ മാറുകയാണ്. കണ്ണീരോടും ഭാരമുള്ള ഹൃദയത്തോടും അല്ലാതെ ആർക്കാണ് ഉള്ളുലയ്ക്കുന്ന ഈ കാഴ്ചകൾ കാണാൻ കഴിയുക? സ്നേഹത്തിൻ്റെ പൂക്കൾ മാത്രം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അർജുന അവസാന യാത്ര നൽകാം. അർജുൻ്റെ നിമിഷങ്ങൾ, അവസാന യാത്രയുടെ അവസാന രംഗങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ അർജുൻ ആഗ്രഹിച്ചു പണിത വീടാണ്. അർജുൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അർജുൻ വളയം പിടിച്ച് നേടിയെടുത്ത മന്ദിരമാണത്. അതിന്